ഹായ് ഓൾ, വെൽക്കം ടു മൈ ട്യൂട്ടർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് സൈക്കോളജിസ്റ്റുകളും അവരുടെ ആ ഒരു സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആരെ കുറിച്ചായിരുന്നു? പിയാഷേനെ പറ്റിയിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് 4 സ്റ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, രണ്ട് സയന്റിസ്റ്റ് ആണ് അല്ലെങ്കിൽ രണ്ട് സൈക്കോളജിസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അതിൽ നെക്സ്റ്റ് വൺ ആണ് ബ്രൂണർ. ഫുൾ നെയിം വരുന്നത് ജെറോം എസ് ബ്രൂണർ ആണ്. ജെറോം എസ് ബ്രൂണർ. അപ്പൊ ഈ ജെറോം എസ് ബ്രൂണറിന്റെ കോഗ്നിറ്റീവ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ മെയിൻ ആയിട്ട് 3 സ്റ്റേജസ് ആണ് പറയുന്നത്. ആ 3 സ്റ്റേജസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്. ഏതാണ്? ഇനാക്റ്റീവ് സ്റ്റേജ്. ഇനാക്റ്റീവ് സ്റ്റേജ്. ദെൻ സെക്കൻഡ് വൺ ഐക്കോണിക് സ്റ്റേജ്. തേർഡ് വൺ സിംബോളിക് സ്റ്റേജ്. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, ഇങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ പിയാഷയുടെ 4 സ്റ്റേജസ് ആയിരുന്നു. ആ 4 സ്റ്റേജസിലും റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേംസുകൾ, എക്സാമിന് ചോദിക്കാവുന്ന ടേംസുകൾ നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമുക്ക് ഈ 3 സ്റ്റേജസ് ആണ്. ജെറോം എസ് ബ്രൂണറിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് വരുന്നത് 3 ആണ്. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ഓക്കെ, ഇനി ഇതില് നമുക്ക് ഓരോ സ്റ്റേജും അതുമായി റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഇനാക്റ്റീവ് സ്റ്റേജ്. ഇനാക്റ്റീവ് സ്റ്റേജ്. ഇനാക്റ്റീവ് സ്റ്റേജിന്റെ പ്രത്യേകത, ഈ സ്റ്റേജിനെ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സ്റ്റേജിനെ സ്റ്റേജ് ഓഫ് ആക്ഷൻ എന്ന് പറയാം. എന്താണ്? സ്റ്റേജ് ഓഫ് ആക്ഷൻ എന്ന് പറയാം. അതായത് ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ഇൻഡിവിജ്വലിന്റെ കോഗ്നിറ്റീവ് എക്സ്പീരിയൻസുകൾ അവര് റിസീവ് ചെയ്യുന്നതും റെപ്രസെന്റ് ചെയ്യുന്നതും എന്തിലൂടെ ആയിരിക്കും? മോട്ടോർ ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും. മോട്ടോർ ആക്ടിവിറ്റീസിലൂടെയാണ് ഓരോ ഇൻഡിവിജ്വൽസും എന്ത് ചെയ്യുന്നത്? അവരുടെ കോഗ്നിറ്റീവ് എക്സ്പീരിയൻസുകൾ റിസീവ് ചെയ്യുന്നതും റെപ്രസെന്റ് ചെയ്യുന്നതും ഒക്കെ മോട്ടോർ ആക്ടിവിറ്റീസിലൂടെ. അതായത് ഈ ഒരു സ്റ്റേജിൽ ഓരോ ഇൻഡിവിജ്വൽസും ലേൺ ചെയ്യുന്നത് എന്തിലൂടെ ആയിരിക്കും? ഫിസിക്കൽ ആക്ഷനിലൂടെയാണ്. എന്തിലൂടെയാണ്? ഫിസിക്കൽ ആക്ഷനിലൂടെ ആയിരിക്കും ഓരോ ഇൻഡിവിജ്വൽസും എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്. ഓക്കെ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ ചെറിയ കുട്ടികൾ ഓരോന്നും പഠിക്കുന്നത് എന്തിലൂടെ? ടച്ചിങ്ങിലൂടെ അല്ലെ, തൊട്ട് നോക്കിയിട്ട്, അല്ലെങ്കിൽ ബൈറ്റിങ്ങിലൂടെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഓരോന്ന് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഫിസിക്കൽ ആക്ഷനിലൂടെയാണ് പഠിക്കുന്നത്. ഫിസിക്കൽ ആക്ഷൻസ്, അതായത് മോട്ടോർ ആക്ടിവിറ്റീസിലൂടെ. അപ്പോൾ ഇത്രയാണ് ഏതുമായി ഓർത്തു വെക്കേണ്ടത്? ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇനാക്റ്റീവ് സ്റ്റേജിൽ ഓർത്തു വെക്കേണ്ടത്. ദെൻ സെക്കൻഡ് സ്റ്റേജ് നമ്മൾ പറഞ്ഞത് ഏതാണ്? സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഐക്കോണിക് സ്റ്റേജ് ആണ്. ഏതാണ്? ഐക്കോണിക് സ്റ്റേജ്. ഐക്കോണിക് സ്റ്റേജിന്റെ പ്രത്യേകത, ഇത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിൽ കോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് റിസീവ് ചെയ്യുന്നതും റെപ്രസെന്റ് ചെയ്യുന്നതും എന്തിലൂടെ ആയിരിക്കും? മെന്റൽ ഇമേജസ്. എന്താണ്? ത്രൂ മെന്റൽ ഇമേജസിലൂടെ ആയിരിക്കും. അതായത് അവിടെ മോട്ടോർ, അതായത് കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞത് എന്തിലൂടെ ആയിരിക്കും എന്നാ പറഞ്ഞത്? മോട്ടോർ ആക്ടിവിറ്റീസിലൂടെ. അതായത് പലതരത്തിലുള്ള ഫിസിക്കൽ ആക്ഷൻസിലൂടെ ആണെങ്കിൽ ഇവിടെ ഒരു മെന്റൽ ഇമേജ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അതായത് ഇമേജറി ഫോം ചെയ്യുക. എന്ത് കാര്യം പഠിക്കുകയാണെങ്കിൽ അതൊരു ഇമേജറി ഫോം ചെയ്തിട്ടാണ് അവര് എന്ത് ചെയ്യുക? പിക്ചേഴ്സുകൾ അല്ലെങ്കിൽ പിക്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ്? ഇമേജസ്
റിലേറ്റഡ് ആക്കിയിട്ട് പഠിക്കുക. അതായത് ഇപ്പോൾ കുട്ടികൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ട്രീനെ പറ്റി ചിന്തിക്കുമ്പോൾ അവർ ട്രീ എന്ത് ചെയ്യുക, ഇമേജ് വരക്കുക, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു പിക്ചർ അവർ മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയുള്ളതാണ് ഏതെന്ന് പറയുന്നത്, ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാ, സിംബോളിക്. സിംബോളിക് ആണ് തേർഡ് സ്റ്റേജ്. ഇതിനെന്താ പറയാ, സ്റ്റേജ് ഓഫ് ലാംഗ്വേജ് എന്നാണ് പറയാ. നേരത്തെ പറഞ്ഞതിനെ എന്താ പറയുന്നത്, സ്റ്റേജ് ഓഫ് ഇമേജറി എന്നാണ് പറയാ കേട്ടാ. സ്റ്റേജ് ഓഫ് ഇമേജറി, അതായത് ഫസ്റ്റ് ഇനാക്റ്റീവ് സ്റ്റേജിനെ സ്റ്റേജ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഐക്കോണിക് സ്റ്റേജിനെ നമുക്ക് എന്ത് പറയാം, സ്റ്റേജ് ഓഫ് ഇമേജറി എന്ന് പറയാം. അതുപോലെ സിംബോളിക് സ്റ്റേജ് ആണെങ്കിൽ എന്താണ്, സ്റ്റേജ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു തേർഡ് സ്റ്റേജിന്റെ പ്രത്യേകത, ഇവിടെ കോഗ്നിറ്റീവ് എക്സ്പീരിയൻസും റിസീവ് ചെയ്യുന്നതും റെപ്രസെന്റ് ചെയ്യുന്നതും എന്തിലൂടെ ആയിരിക്കും, സിംബൽസുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും. എന്താണ്, സിംബൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും. പേരിൽ തന്നെ ഉണ്ട്, സിംബോളിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സിംബൽസ് ആണ് മെയിൻ ആയിട്ട് അവർ യൂസ് ചെയ്യുക. സിംബൽസ്, ദാറ്റ് മീൻസ് എന്ത് പറയാം, ലാംഗ്വേജ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ആക്ഷൻസ് ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തു, ഇമേജസുകൾ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയുള്ള ആക്ഷൻസും ഇമേജസും ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്ത് തേർഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും അവരെന്തായി, അത് സിംബൽസുകളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലാംഗ്വേജുകളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ തിയറീസുകൾ അല്ലെങ്കിൽ ലോസുകൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എന്താണ്, E=mc² എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഫോഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന F=m എന്ന് പറയുന്ന ഇക്വേഷൻസ്. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു ലോ ഉണ്ട്. ആ ലോ എന്തായിട്ട് പറയാണ്, പിന്നെ നമ്മൾ ഒരു ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ സിംബൽസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുള്ളൂ, ഏത് സിംബോളിക് സ്റ്റേജ്. അപ്പൊ ഇതാണ് ഈ ഒരു എന്താണ്, ജെറോം എസ് ബ്രൂണറിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റേജസിൽ 3 സ്റ്റേജസ് ആണ് പഠിക്കാനുള്ളത്. പിന്നെ ഇനി ഈ ജെറോം എസ് ബ്രൂണർ റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സാമിന് ചോദിക്കാൻ എന്താണ്, നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ജെറോം എസ് ബ്രൂണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സയന്റിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് എന്താണ്, ഡിസ്കവറി ലേണിംഗ്. ഓർത്തു വെക്കുക, ഡിസ്കവറി ലേണിംഗ്. അതുപോലെ തന്നെ ബി.എഡിനൊക്കെ പഠിച്ചിട്ടുണ്ടാകും കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അല്ലെ. പലതരത്തിലുള്ള എന്താണ് മോഡൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ജെറോം എസ് ബ്രൂണർ ആണ്. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അല്ലെ. നമ്മൾ കുറെ മോഡൽസ്, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ അല്ലെ ഒക്കെ പഠിച്ചിട്ടില്ലേ. അതിൽ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് പോലെ ഒരു മോഡലാണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. അത് എന്താണ്, ജെറോം എസ് ബ്രൂണർ ആണ്. അതുപോലെ തന്നെ സ്പൈറൽ കരിക്കുലം ഇമ്പോർട്ടൻ്റ് ആണ്. സ്പൈറൽ കരിക്കുലം സ്പൈറൽ കരിക്കുലം അല്ലെങ്കിൽ സ്പൈറലിംഗ് എന്നൊക്കെ പറയാം. അതൊക്കെ ആരുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്, ജെറോം എസ് ബ്രൂണറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ എന്താണ്, ഈ ജെറോം എസ് ബ്രൂണർ ഒരു അമേരിക്കൻ എന്താണ് സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ കൺസ്ട്രക്റ്റിവിസത്തിന്റെയും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അപ്രോച്ചിന്റെ ഒക്കെ ഒരു എന്താണ് ചീഫ് എക്സ്പോണന്റ് ആണ് ബ്രൂണർ. പിന്നെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്ത ഒന്നാണ് ഏത്, ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളൂ. അതായത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. സോ ഇതൊക്കെ ഒന്ന് നോക്കുക.
ഓക്കെ, അപ്പോൾ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ എന്താണ് ജീൻ പിയാഷെ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ജെറോമസ് ബ്രൂണർ. അദ്ദേഹത്തിന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ വരുന്നതാണ് ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, അതുപോലെ സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൽ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു സ്റ്റേജ് ഓഫ് ആക്ഷൻ ആണ്. അവിടെ എന്താണ്, മോട്ടോർ ആക്ടിവിറ്റീസിലൂടെയാണ് കോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് റിസീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും, അത് കോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് റിസീവ് ചെയ്യുന്നതും റെപ്രസെന്റ് ചെയ്യുന്നതും മോട്ടോർ ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ഷൻസിലൂടെ ആയിരിക്കും. ദെൻ സെക്കൻഡ് വൺ ഏതാണ്, ഈ ഐക്കോണിക് സ്റ്റേജ്. അതിനെ നമുക്ക് സ്റ്റേജ് ഓഫ് ഇമേജറി എന്നാണ് പറയുന്നത്. അതായത് മെന്റൽ ഇമേജസിലൂടെ ആയിരിക്കും അവിടെ എക്സ്പീരിയൻസ് റിസീവ് ചെയ്യുന്നതും അതുപോലെ റെപ്രസെന്റ് ചെയ്യുന്നതും കോഗ്നിറ്റീവ് എക്സ്പീരിയൻസുകൾ, പിക്ചേഴ്സുകൾ, ഇമേജസുകൾ യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് വൺ സിംബോളിക് സ്റ്റേജ്, ഫൈനൽ വൺ. ആ പേരിൽ തന്നെ ഉണ്ട്, സിംബോളിക് എന്ന് പറയുമ്പോൾ സിമ്പിൾസ് അങ്ങനെ പഠിച്ചാൽ മതി. അതായത് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് എന്താണ് ആക്റ്റീവ് ആയിരിക്കുക എന്ന് ആലോചിച്ചാൽ മതി, അതായത് മോട്ടോർ ആക്ഷൻസിലൂടെ. നെക്സ്റ്റ് വൺ ഐക്കോണിക്. ഐക്കോണിക് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നമ്മൾ അതായത് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ റിലേറ്റഡ് ആക്കിയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട്, അതായത് കോഡ്സ് യൂസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ ഐക്കോണിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഐ എന്ന് പറഞ്ഞാൽ കണ്ണായിട്ട് നമ്മൾ എന്താ കാണാ, ഇമേജസ് അല്ലെ, പിക്ചേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. ഐക്കോണിക് ആണെങ്കിൽ സ്റ്റേജ് ഓഫ് ഇമേജറി, അതായത് ഇമേജസ് ഓഫ് പിക്ചേഴ്സുകൾ യൂസ് ചെയ്തിട്ട്. ദെൻ സിംബോളിക്, പേരിൽ തന്നെ ഉണ്ട് സിംബൽസ് അല്ലെ, സിംബൽസ് അല്ലെങ്കിൽ ലാംഗ്വേജുകൾ. അപ്പോൾ സ്റ്റേജ് ഓഫ് എന്താണ്, ലാംഗ്വേജ്, അതായത് സിംബൽസ്, ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ ജെറോമസ് ബ്രൂണറിനെ പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ് ഡിസ്കവറി ലേണിംഗ് ആണ്. ഡിസ്കവറി ലേണിംഗിന്റെ ചീഫ് എന്താണ്, ഒരു പ്രൊപ്പഗേറ്റ് ഡിസ്കവറി ലേണിംഗ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഒരു സയന്റിസ്റ്റ് ആണ്. ദെൻ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡല്, അതുപോലെ തന്നെ സ്പൈറൽ കരിക്കുലം കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്പൈറൽ കരിക്കുലം കൊണ്ടുവന്നിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ചീഫ് എക്സ്പോണന്റ് ആണ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അപ്രോച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജെറോമസ് ബ്രൂണറുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ചെറിയൊരു നോട്ട് ഉണ്ടാക്കുക. ഇതുപോലെ എന്താണ്, നോട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നോട്ട് നമ്മൾ മറിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് കാണാം, മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ പെൻസിൽ യൂസ് ചെയ്യുക. അതാകുമ്പോൾ അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരൊറ്റ ഇങ്കോണ്ട് ഇങ്ങനെ എഴുതി വരുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും, ഹെഡിങ്. അതായത് ഇപ്പോൾ ഈ എഴുതിയ പോലെ ജെറോമസ് ബ്രൂണർ എന്നൊരു കളറിൽ എഴുതുക, ബാക്കിയുള്ളത് എന്താണ് സബ് ആയിട്ടുള്ളത് വേറെ കളറിൽ എഴുതുക. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ എക്സാമിന്റെ സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്താണ് വായിക്കാൻ പറ്റും. കാരണം എക്സാമിന്റെ സമയത്ത് നമുക്ക് സൈക്കോളജി മാത്രം പഠിച്ചാൽ പോരാ, എന്തൊക്കെ വേണം, നമ്മളുടെ മെയിൻ നമ്മുടെ ഏതാണോ നമ്മുടെ സബ്ജക്ട് വെച്ചെങ്കിൽ അത് പഠിക്കണം. ഇപ്പൊ ഞാൻ സുവോളജി ആയിരുന്നു, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, സുവോളജി കൂടെ പഠിക്കണം. അതുപോലെ സൈക്കോളജി പഠിക്കണം, ജനറൽ പേപ്പറിൽ സൈക്കോളജി ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അപ്പോൾ ഞാനിപ്പോൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ അതുപോലെ തന്നെ ബാക്കിയുള്ള മീഡിയാസിലൂടെ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ കുറെ ഗ്രൂപ്പ്സുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ സൈക്കോളജിയും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇത് ഞാൻ എന്താണ് പല സോഴ്സുകളിൽ നിന്നായിട്ട് എടുത്തിട്ടുള്ള നോട്ട്സ് വെച്ചതും അതിൽ നിന്ന് എക്സാമിന് വന്നിട്ടുള്ള, ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ 2 എക്സാം എഴുതി, അതിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ആദ്യം സൈക്കോളജി എന്താണ്, ഞാൻ ഒരുവിധം സൈക്കോളജി കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇതൊക്കെ അബ്രിവിയേഷൻസ് ഉണ്ടല്ലോ, ചില അബ്രിവിയേഷൻസ് ഒക്കെ ഇതുപോലെ എക്സാമിന് വരാറുണ്ട് കേട്ടോ. അതിന്റെ കറക്റ്റ് ഫോമുകൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഒപ്പം സുവോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളും ഈ ഒരു ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും ക്ലാസ് കാണുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ്സുകളായിട്ട് അറിയിച്ചാൽ മാക്സിമം ഞാൻ ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന, അതായത് ജൂലൈയിലാണ് നെക്സ്റ്റ് സെറ്റ് എക്സാം വരുന്നത്. അപ്പൊ അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള, അതായത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, എന്നാ എന്താണ് ഇപ്പൊ ഇത്രയും നല്ല ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, അത്യാവശ്യം ഫീസും ഉണ്ട്. അപ്പൊ അങ്ങനെ അല്ലാതെ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലിലൂടെ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ് ഫ്രീ ആയിട്ട് കണ്ട് അങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവര്, അപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചത്. കേട്ടറ്റ് ക്വാളിഫൈ ആയത്, കേട്ടറ്റ് ഞാൻ BEd പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കാറ്റഗറി 3 ക്വാളിഫൈ ആയിട്ടുണ്ട്. അതും സെൽഫ് സ്റ്റഡി തന്നെ ആയിരുന്നു. പിന്നെ സെറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ല. പക്ഷെ ഞാൻ കുറെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തത് 15 ദിവസം മുന്നെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തത് കേട്ടോ.
കാരണം ഞാൻ എഴുതിയ എക്സാം ഞാൻ എഴുതാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ എഴുതാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ 20 ദിവസം മുന്നെയാണ് ഞാൻ നാട്ടിലേക്ക് എത്തിയത് എക്സാമിൻ്റെ. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എക്സാമിന് യാത്ര ചെയ്യാൻ, അതായത് എക്സാം സെൻറ്ററിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു ഇതിൽ പിന്നെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഈ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ ഈ വരുന്ന ജൂലൈയിൽ എക്സാം എനിക്ക് എന്തായാലും എഴുതാനായിട്ട് സാധിക്കില്ല. കാരണം അപ്പോൾ ഒരു ഡെലിവറിയുടെ ഒക്കെ ആ ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും പോകാനായിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ 2026ത്തെ സെറ്റ് പിന്നെ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇന്ന് പോയി എഴുതാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഴുതിയതാണ്. അപ്പം അതും ഈ 15 ദിവസം മുമ്പ് കുറേ ഇതുപോലെ എൻ്റെ കയ്യിലുള്ള ബുക്സും പിന്നെ പല ടീച്ചേഴ്സിൻ്റെ ഇതുപോലെ ക്ലാസ്സുകൾ, യൂട്യൂബ് ക്ലാസ് ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ ആണ് ഞാൻ ഈ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ നോട്ട്സ് വെച്ചിട്ടാണ്, ആ നോട്ട്സിൽ ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായി, സൈക്കോളജിയിൽ നിന്നായാലും അതുപോലെ നമ്മുടെ സുവോളജിയിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം അത് വെച്ചിട്ടാണ് ഞാനും ഫ്രീ ആയിട്ട് അങ്ങനെ എന്താണ് ക്യാഷ് കൊടുത്ത് അങ്ങനെ ഫീസ് അടച്ച് അങ്ങനെയൊന്നല്ല പഠിച്ചത്. അപ്പോൾ ആ ഒരു നോട്ട്സ് അങ്ങനെ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അത്രയും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് എൻ്റെ നോട്ട്സ്. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ആണുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഇമോഷണൽ ഡെവലപ്മെൻറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന സൈക്കോളജിസ്റ്റും പിന്നെ അതിൽ ജസ്റ്റ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളും അങ്ങനെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.